എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ ജെൻസി തലമുറ വിവാഹം കഴിക്കാൻ വൈകിപ്പിക്കുന്നു അല്ലെങ്കിൽ മടിക്കുന്നു? പ്രധാന കാരണങ്ങൾ നോക്കാം. ഇതിൽ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. പുതിയ തലമുറ സ്വന്തം കാലിൽ നിൽക്കാനും കരിയറിൽ ഉയർച്ച നേടാനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സാമ്പത്തിക ഭദ്രത നേടാതെ ഉത്തരവാദിത്വം എടുക്കാൻ പലരും തയ്യാറല്ല. രണ്ടാമത്തേത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. വിവാഹശേഷം തങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങളും നിയന്ത്രണങ്ങളും തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നൊരു ഭയപ്പെടും. അതേപോലെ സ്ത്രീകൾ പലരും വിവാഹശേഷം തങ്ങളുടെ താല്പര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് ആശങ്കപ്പെടുന്നു. മൂന്നാമത്തത് മാറി വരുന്ന വിവാഹ സങ്കല്പങ്ങളാണ്. വിവാഹം ഒരു അനിവാര്യതയാണെന്ന പഴയ രീതി മാറി അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പായി മാറി. നാലാമത്തത് വിവാഹമോചന നിരക്കിലെ വർധനവാണ്. ചുറ്റുമുള്ള പരാജയപ്പെട്ട വിവാഹബന്ധങ്ങളും വിവാഹമോചന നിരക്കുകൾ വർദ്ധിക്കുന്നതും യുവാക്കൾക്കിടയിൽ വിവാഹത്തോടുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നതിന് കാരണമായി. സമാധാനമില്ലാത്ത ദാമ്പത്യത്തെക്കാൾ ഏകാന്തതയാണ് നല്ലതെന്ന് ഇവരിൽ പലരും കരുതുന്നു. അഞ്ചാമത്തത് ഉയർന്ന പ്രതീക്ഷ. പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പുതിയ തലമുറയ്ക്ക് വ്യക്തമായ മാനദണ്ഡമുണ്ട്. തങ്ങളുടെ സ്വഭാവത്തോടും കാഴ്ചപ്പാടിനോടും 100% യോജിക്കുന്ന ഒരാളെ കണ്ടെത്താനുള്ള കാത്തിരിപ്പ് പലപ്പോഴും വിവാഹം നീണ്ടുപോകാൻ കാരണമാകും. ആറാമത്തത് സാമൂഹ്യ സമ്മർദ്ദങ്ങളുള്ള എതിർപ്പാണ്. വീട്ടുകാരുടെ നാട്ടുകാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വിവാഹം കഴിയുന്ന രീതി പുതിയ തലമുറയിൽ കുറഞ്ഞു വരുന്നു. ചുരുക്കത്തിൽ വിവാഹം എന്നത് ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യമല്ലെന്നും ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും പുതിയ തലമുറ ചിന്തിക്കുന്നു. ഇതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് പുതിയ തലമുറ വിവാഹ വിരോധികൾ ആണെന്നല്ല, മറിച്ച് ദുഃഖകരമായ വിവാഹങ്ങളോട് അവർ എതിരാണ്. അവർ ചോദിക്കും, ഈ ബന്ധം സേഫ് ആണോ, ഫെയർ ആണോ, വർത്താണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും വരെ അവർ സിംഗിളായി തുടരും.